നമസ്കാരം, എല്ലാവർക്കും ഒരു തൻ്റെ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് തുടങ്ങാനുള്ള കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനുള്ള കാരണം എന്ന് ഞാൻ ആദ്യം പറയാം. ഒന്നാമത്തെ കാരണം എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഫ്രണ്ടും യൂട്യൂബറാണ്. അപ്പോൾ ഫ്രണ്ടാണ് എന്നോട് ചോദിച്ചത്, എന്തായാലും താൻ പുറത്തൊക്കെ പോകുന്നതാണ്, പിന്നെ ഷിപ്പിലുള്ള ലൈഫാണ്, പലർക്കും അറിയാത്തതാണ്. അപ്പോൾ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ടൊരു വീഡിയോ പോലെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് കാണാമല്ലോ എന്നുള്ളൊരു ഇത് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു ശരിയാണെന്ന്. പക്ഷേ അങ്ങനെ ഇത് പറഞ്ഞിട്ട് കുറച്ചായി. അതിനുശേഷം ഞാൻ ആലോചിക്കായിരുന്നില്ല, പക്ഷേ കുറച്ച് കാരണങ്ങളുണ്ട് എനിക്ക് നടന്നില്ല, അത് ചെയ്യാൻ പറ്റിയില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ വരുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഷിപ്പ് ലൈഫ് എങ്ങനെയാണ്, അവിടെ ഭക്ഷണം എങ്ങനെയാണ്, നടുക്കടലിലേക്ക് പോകുമ്പോൾ സ്മെല്ലുണ്ടാവാറുണ്ടോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും, നിങ്ങൾ എവിടെ താമസിക്കാറ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്നോട് ചോദിക്കാറുണ്ട്. അതൊന്നും എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ഇപ്പോഴും എന്താണ് മർച്ചൻ്റ് നേവി ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഷിപ്പ് ലൈഫ് എന്ന് പലർക്കും അറിയില്ല. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഒരു വീഡിയോ ഇല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് വ്യക്തത വരുത്താം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടും കൂടിയുമാണ് ഞാൻ ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പിന്നിലുള്ളത്. ഇത് നമ്മുടെ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ ആദ്യത്തെ വ്ളോഗ് എന്തിനെ കുറിച്ചാണെന്ന് പറയാം. ഇന്ന് നമ്മളൊരു ഹോം ടൂറാണ് ചെയ്യാൻ പോണത്. ഹോം ടൂറോ എന്നല്ല വിചാരിക്കണേ, അതെ, ഏതൊരു സീഫറിനും അയാളുടെ രണ്ടാമത്തെ വീട് ഷിപ്പ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ഹോം ടൂർ തന്നെയാണ്. അപ്പോൾ ഈ ഹോം ടൂറിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ക്യാബിനാണ്. ഓൺബോർഡ് ഇലക്ട്രിക്കൽ ഓഫീസറിൻ്റെ ക്യാബിൻ എങ്ങനെയാണെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ വർക്ക് ചെയ്യുന്നത് ആസ് ഇലക്ട്രിക്കൽ ഓഫീസറാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ക്യാബിനാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് എടക്കിലാണ്. എടക്കിന്ന് സി ഡെക്കിലേക്കാണ് നമ്മൾ പോകേണ്ടത്. സി ഡെക്കിലാണ് നമ്മുടെ ക്യാബിൻ ഉള്ളത്. അപ്പോൾ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഉള്ളത് എടക്കിലാണ്. എടക്കിന്ന് സി ഡെക്കിലേക്ക് പോകാൻ നമുക്ക് സ്റ്റെയർവേ ഉണ്ട്. സ്റ്റെയർവേയിൽ പോവാം. നമ്മളിപ്പോൾ സി ഡെക്കിലെത്തി. നമ്മുടെ റൂം ജൂനിയർ ഓഫീസർ 8 ആണ്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ ഡോറിലൊരു എമർജൻസി കാർഡ് ഉണ്ട്. ഈ കാർഡിലുള്ളത് ആരുടെ റൂമാണ്, ആളുടെ ലൈഫ് ബോട്ട് നമ്പർ ഏതാണ് ലൈഫ് ബോട്ട്, പിന്നെ എമർജൻസി കേസസിൽ അലാം എങ്ങനെയാണ് ഇൻഡിക്കേഷൻസ്, അതുകൂടാതെ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്, ഓരോ എമർജൻസി കേസ് വരുമ്പോൾ അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ കാർഡിലുണ്ടാവുക. പിന്നെ അപ്പോൾ നമുക്ക് ഡോർ തുറന്ന് ഉള്ളിൽ കയറി നോക്കാം എങ്ങനെയാണ് നമ്മുടെ റൂം ഇരിക്കുന്നതെന്ന്. നമ്മൾ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഡോറടച്ച് ഓരോ കാര്യങ്ങളും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡോറ് തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഒരു സ്വിച്ചാണ്, ലൈറ്റിൻ്റെ സ്വിച്ചാണ്. നമ്മുടെ റൂമിൽ ഒരു ലൈറ്റ് ഫിറ്റിങ്ങാണുള്ളത്. അപ്പോൾ അതിൻ്റെ സ്വിച്ചാണ് ഈ കാണുന്നത്. അതിന് തൊട്ട് മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സേഫ്റ്റി ലൈറ്റ് സ്റ്റിക്കാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ഔട്ട് കണ്ടീഷനിൽ, അതായത് ഷിപ്പിൽ സപ്ലൈ ഇല്ലാത്ത സമയത്ത്, ലൈറ്റ് ഒന്നും വർക്ക് ചെയ്യാത്തൊരവസ്ഥയിൽ നമുക്ക് ഒരു ലൈറ്റ് സോഴ്സായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതൊരു സ്റ്റിക്കാണ് ആക്ച്വലി. അപ്പോൾ അത് പൊട്ടിക്കുകയാണ് നമുക്ക് വേണ്ടത്. പൊട്ടിച്ച് കഴിഞ്ഞാൽ അതൊരു ലൈറ്റ് സോഴ്സായിട്ട് വർക്ക് ചെയ്യും. അതിനാണ് നമ്മൾ എമർജൻസി സേഫ്റ്റി ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ IMO സിമ്പൽ കൊടുത്തിട്ടുണ്ട്. ഈ IMO സിമ്പൽ നമുക്ക് രാത്രിയും കാണാൻ പറ്റുന്നൊരു സിമ്പലാണ്. പിന്നെ അതിന് തൊട്ട് മുകളിലായിട്ട് നമ്മൾക്കുള്ളത് ഒരു ഹീറ്ററിൻ്റെ കൺട്രോളറാണ്. അപ്പോൾ നമ്മുടെ ഷിപ്പിൽ സെൻട്രലൈസ്ഡ് AC ആണ്. പക്ഷേ ഹീറ്റർ എല്ലാ ക്യാബിനിലേക്കും ഇൻഡിവിജ്വൽ ഹീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ക്യാബിനിലെയും ഹീറ്റിങ് നമുക്ക് ഇത് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഉള്ളതൊരു വാർഡ്രോബാണ്. കുറച്ച് നീളമുള്ള ഹൈറ്റ് കൂടിയ ഒരു വാർഡ്രോബാണിത്. അപ്പോൾ വാർഡ്രോബിനകത്ത് നമ്മുടെ കാഷ്വൽസും നമ്മുടെ പ്രൈവറ്റ് സാധനങ്ങളൊക്കെ വെക്കാനുള്ളൊരു ഇതുണ്ട് വാർഡ്രോബിൽ. അപ്പോൾ നമ്മുടെ വസ്ത്രങ്ങളും നമ്മുടെ ബാഗും അതൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ.
അതിൻ്റെ തൊട്ട് താഴെയായിട്ട്, വാർഡ്രോബിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ഇമേഴ്ഷൻ സ്യൂട്ട് വയ്ക്കാനും ലൈഫ് ജാക്കറ്റ് വയ്ക്കാനുമായിട്ടുള്ളൊരു അറ കൂടി ഉണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ലൈഫ് ജാക്കറ്റ് ഇമേഴ്ഷൻ സ്യൂട്ടും ഇരിക്കുന്നത്. അപ്പോൾ അതിനുള്ള IMO സിമ്പിൾസും പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇമേഴ്ഷൻ സ്യൂട്ടിൻ്റെ IMO സിമ്പിളാണ്, ഇത് ലൈഫ് ജാക്കറ്റിൻ്റെ IMO സിമ്പിളാണ്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ബോയിലർ സ്യൂട്ട്, വർക്കിംഗ് ഡ്രസ്സ് നമുക്ക് തൂക്കിയിടാനുള്ള ഒരു സ്പേസ്. ബോയിലർ സ്യൂട്ട് വെച്ചിരിക്കുന്നതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന 2 ഗാർബേജ് ബിൻസാണ്. ഒന്ന് ഡൊമസ്റ്റിക്കും ഒന്ന് പ്ലാസ്റ്റിക്കുമാണ്. അതിൽ ഗ്രീൻ കളർ കാണിക്കുന്നത് ഡൊമസ്റ്റിക്കും റെഡ് കളർ കാണിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ റൂമിലുണ്ടാകുന്ന വേസ്റ്റ് എല്ലാം ഇവിടുന്ന് തന്നെ സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുപോകാറ്. പിന്നെ അതിന് തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു സോഫയാണ്. അപ്പോൾ ഒരു 3 പേർക്ക് അത്യാവശ്യം ഇരിക്കാൻ പറ്റുന്ന സോഫയാണ്. പക്ഷേ അവിടെ ഇരിക്കാൻ 3 പേരില്ല, ഒരാളേ ഉള്ളൂ. അതിന് വേറൊരു ഉപയോഗം കൂടി ഉണ്ട്, ഈ സോഫയ്ക്ക് വേറൊരു ഉപയോഗം കൂടി ഉണ്ട്. ഞാൻ വരുമ്പോൾ പറയാം. പിന്നെ നമുക്കിവിടെ ഉള്ളതൊരു ബെഡാണ്. ബെഡ് നമുക്ക് ക്യൂൺ സൈസാണ് വരുന്നത്. അതിലൊരു ബ്ലാങ്കറ്റും ഒരു പില്ലോ ഉണ്ട്. പിന്നെ ഒരു ബെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ആ ബെഡ് ലാമ്പ് വർക്ക് ചെയ്യുന്നത് എമർജൻസി സപ്ലൈയിലാണ്. അപ്പോൾ നമുക്ക് മെയിൻ സപ്ലൈ ഇല്ലാത്ത സമയത്ത് നമുക്ക് എമർജൻസി സപ്ലൈയിൽ ആ ലൈറ്റ് വർക്ക് ചെയ്യിപ്പിക്കാം. പിന്നെ നമുക്ക് തൊട്ടടുത്ത് കാണുന്നത് ഒരു വിൻഡോ ഉണ്ട്. ഇപ്പോൾ രാത്രിയാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് വിൻഡോയിൽ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല. ഞാൻ എന്തായാലും പറ്റുകയാണെങ്കിൽ പകൽ സമയത്ത് ഷൂട്ട് ചെയ്തിട്ട് എന്താണ് വിൻഡോ എന്ന് കാണുന്നതെന്ന് എല്ലാവർക്കും കാണിച്ചു തരാം. പിന്നെ അപ്പോൾ വിൻഡോ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന പേപ്പർ ബോക്സിനൊക്കെ ഉള്ളൊരു ടേബിളാണ്. അപ്പോൾ ഈ ടേബിളിൽ എൻ്റെ കുറേ സാധനങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു ടെലിഫോൺ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിവിടെ ഷിപ്പിനകത്തെ കമ്മ്യൂണിക്കേഷൻസൊക്കെ ചെയ്യുന്ന ടെലിഫോണിലാണ്. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ വിളിക്കാനും ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ ടെലിഫോൺ ഡയറക്ടറി നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ ആരെയാണോ എപ്പോഴാണ് വിളിക്കേണ്ടത് അവരെ വിളിക്കാം. പിന്നെ നമുക്ക് പേപ്പർ ബോക്സൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഭഗവാനെ അവിടെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ. പിന്നെ ഈ ഒരു വാളിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഒരു സൈഡിലുള്ള വാളാണ്. അപ്പോൾ അതിന് അവിടെ എന്തൊക്കെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ക്ലൈനോമീറ്ററാണുള്ളത്. ഈ മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിപ്പ് എത്ര റോൾ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാനാണ്. ഏത് വശത്തേക്കാണ് നമ്മുടെ ഷിപ്പ് റോൾ ചെയ്യുന്നത്, അത് എത്ര ഡിഗ്രിയിലാണ് റോൾ ചെയ്യുന്നത് നമുക്ക് ഈ ക്ലൈനോമീറ്റർ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം നമുക്കിവിടെ ഉള്ളൊരു PA അനൗൺസ്മെൻറ്റ് കേൾക്കാനായിട്ടുള്ളൊരു സ്പീക്കറാണ്. അപ്പോൾ നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും ഈ സ്പീക്കറിൽ പറ്റും. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്കൊരു എക്സ്റ്റൻഷൻ അലാം പാനലുണ്ട്. അപ്പോൾ UMS ഷിപ്പാണ് നമ്മുടെ ഷിപ്പ്. അപ്പോൾ എല്ലാ എഞ്ചിനീയേഴ്സിൻ്റെ കേബിനിലും ഇങ്ങനൊരു അലാം പാനൽ കാണും. അപ്പോൾ UMS ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷിപ്പിൽ എഞ്ചിൻ റൂമിൽ എന്ത് അലാം വന്നാലും നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് അലാം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ബസറിൽ നമ്മളെ വിവരം അറിയിക്കും. പ്ലസ് എന്ത് അലാമാണെന്നും നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അതിനാണ് ഈ എക്സ്റ്റൻഷൻ അലാം ഉപയോഗിക്കുന്നത്. അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഒരു മലയാളം കലണ്ടർ ഉണ്ട്. ഞാൻ എപ്പോൾ ഷിപ്പിലേക്ക് വരുമ്പോഴും ഒരു മലയാളം കലണ്ടർ കൂടെ കൊണ്ടുവരും. മലയാളം കാണുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് നമുക്കുള്ളതൊരു TV സ്റ്റാൻഡാണ്. TV സ്റ്റാൻഡും TVയും എല്ലാം കൂടിയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ശരിക്കും ഇത് TV സ്റ്റാൻഡല്ല, ഇത് ടീ ടേബിളായിരുന്നു. സോഫയുടെ ഫ്രണ്ടിലായിരുന്നു അതിൻ്റെ സ്ഥാനം ഉണ്ടായിരുന്നത്. പക്ഷേ TV ഉണ്ടായിരുന്നത് നമ്മുടെ ബൾക്ക് ഹെഡിലായിരുന്നു. അത് നമ്മൾ മാറ്റേണ്ടി വന്നു. അപ്പോൾ നമ്മൾ എടുത്തിട്ട് ടീ ടേബിളിൽ വെച്ചതാണ്. പിന്നെ നമ്മുടെ ബാഗ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മാസത്തേക്ക് മുമ്പ് അവിടെ തന്നെ കാണും. 6 മാസം കഴിഞ്ഞിട്ടേ പിന്നെ അവിടെ നിന്ന് എണീക്കത്തുള്ളൂ. പിന്നെ ഇതിൽ നമ്മുടെ ടേബിളിൽ കുറേ ഞാൻ പറയാൻ വിട്ടുപോയതാണ്, നമുക്ക് കുറേ ഡ്രോവേഴ്സൊക്കെ ഉണ്ട് ടേബിളിൽ. അപ്പോൾ നമ്മുടെ കാര്യങ്ങളും സാധനങ്ങളൊക്കെ വെച്ച് ലോക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ ബെഡിന് താഴെയും നമുക്ക് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്കിവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡേ റൂമിലുള്ളത്. നമ്മുടെ അക്കോമഡേഷനുള്ള കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് AC ആണ്. അപ്പോൾ അതിനുള്ള വെൻ്റാണ് ഈ കാണുന്നത്. നമുക്ക് തണുപ്പ് ക്രമീകരിക്കാനായിട്ട് നമുക്കൊരു ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് അതിൽ. അതിന് തൊട്ടടുത്തായിട്ട് നമുക്കൊരു സ്മോക്ക് ഡിറ്റക്ടർ കൊടുത്തിട്ടുണ്ട്. അഥവാ നമ്മുടെ ക്യാബിനിൽ ഫയർ എന്തെങ്കിലും ആവുകയാണെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്തിട്ട് അലാം തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്മോക്ക് ഡിറ്റക്ടർ കൊടുത്തിരിക്കുന്നത്. സോഫയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ ഞാൻ സോഫയ്ക്ക് ഒരു ഉപയോഗം കൂടി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് വേറൊന്നുമല്ല, നമ്മുടെ ഷിപ്പിന് കൂടുതലുള്ളത് വെതർ കണ്ടീഷൻ അനുസരിച്ച് 2 മൂവ്മെൻറ്റ്സ് ആണ്. ഒന്ന് റോളിങ്ങും ഒന്ന് പീച്ചിങ്ങും. റോളിംഗ് എന്ന് പറയുന്നത് ഷിപ്പിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിലേക്കുള്ള അല്ലെങ്കിൽ പോർട്ട് ആൻഡ് സ്റ്റാർബോർഡിലേക്കുള്ള മൂവ്മെൻറ്റിനാണ് റോളിംഗ് എന്ന് പറയുന്നത്.
അപ്പോൾ ആ റോളിങ് സമയത്ത് നമ്മൾ ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുത്തിരിക്കുന്ന സോഫയിലാണ് നമ്മൾ ഉറങ്ങാറ്. ഇല്ലെങ്കിൽ ഉറക്കവും കിട്ടത്തില്ല. അതാണ് ഞാൻ പറഞ്ഞ ഒരു ഉപയോഗം. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വാഷ്റൂമാണ്. ഷിപ്പിൽ എല്ലാ ക്യാബിൻസിനും അറ്റാച്ച്ഡ് വാഷ്റൂംസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാഷ്റൂംസിൽ എന്തൊക്കെ പ്രൊവിഷൻസാണ് നമുക്ക് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വാഷ്റൂമിൻ്റെ എൻട്രൻസിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് ലൈറ്റിനുള്ള സ്വിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അകത്ത് നിന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് തന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ്റൂം. ചെറിയൊരു വാഷ്റൂമാണ്, പക്ഷേ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അവൈലബിളുമാണ്. അപ്പോൾ 2 ലൈറ്റ് ഫിറ്റിങ്സാണ് നമുക്കിവിടെ ഉള്ളത്. അതിലൊന്ന് എമർജൻസി സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് നമുക്കൊരു വാഷ് ബേസിൻ ഉണ്ട്. വാഷ് ബേസിനിൽ തന്നെ നമുക്ക് ചുടുവെള്ളത്തിനുള്ളതും തണുത്ത വെള്ളത്തിനുള്ള പ്രൊവിഷൻസും രണ്ടും തന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കുള്ളതൊരു വലിയൊരു മിററുണ്ട്. നമ്മുടെ ഹാഫ് ഭാഗം അതിൽ കാണാൻ പറ്റും. തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ മിററും ഉണ്ട്. ആ മിററിന് പിന്നിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും തന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അതുകൂടാതെ അതിന് തൊട്ട് താഴെയായിട്ടും നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസ് തന്നിട്ടുണ്ട്. ഇതിൽ എണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. ആ എണ്ണ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് നമ്മുടെ സ്വന്തം പരിശുദ്ധമായ കേരള വെളിച്ചെണ്ണ. പിന്നെ ഉള്ളത് നമുക്കിവിടെ ഇത് നമ്മുടെ ബാത്ത് സ്പേസാണ്. അപ്പോൾ ബാത്ത് സ്പേസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കേർട്ടൻ തന്നിട്ടുണ്ട്. നമുക്ക് ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഡ്രൈ ഏരിയ സ്പേസിൽ നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം വരില്ല. അതിന് വേണ്ടിയിട്ടൊരു കർട്ടൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഹാൻഡിൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, ഷിപ്പ് റോളിങ് ആകുമ്പോൾ വീഴാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുളിക്കുന്ന സമയത്ത് റോളിങ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് തന്നിട്ട് കുളിക്കാനുള്ളൊരു പ്രൊവിഷനാണത്. അതുകൂടാതെ ഇവിടെയും ഒരു കമോഡിനടുത്തും നമുക്കൊരു പിടിച്ചിരിക്കാനുള്ളൊരു ഹാൻഡിൽ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് റോളിങ്ങിനുള്ളപ്പോൾ പിടിച്ചിരിക്കാനുള്ളതാണ്. പിന്നെ ഇതെല്ലാവർക്കും അറിയാം, പേപ്പർ റോൾ വെക്കാനുള്ളൊരു ഇതാണ്. അപ്പോൾ യൂറോപ്യൻസൊക്കെ നമ്മൾ പേപ്പർ റോൾ വെച്ചിട്ടാണല്ലോ, അപ്പോൾ അതിനുള്ളൊരു പ്രൊവിഷനാണിത്. പിന്നെ ഇവിടെയുള്ളത് ഒരു വാക്വം ടോയ്ലറ്റ് സിസ്റ്റമാണ്. നമ്മൾ പരമാവധി വെള്ളം ഉപയോഗം കുറയ്ക്കാനുള്ളൊരു ഇതാണിത്. അപ്പോൾ വാക്വം സിസ്റ്റം വെച്ചിട്ടാണ് നമ്മളിത് ഇവിടുത്തെ ടോയ്ലറ്റ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ടൈലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമ്മുടെ നാട്ടിലുള്ള ടൈല് പോലുള്ള ടൈലുകളല്ല അത്. ഇത് വ്യത്യാസമുള്ള ടൈലുകളാണ്. പിന്നെ 2 ഡ്രെയിൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്കിവിടെ ഉള്ളത് ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പബ്ലിക് അനൗൺസ്മെൻറ്റ് എന്തെങ്കിലും നമ്മൾ കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വാഷ്റൂമിനകത്തുള്ള സമയത്തോ നമുക്ക് കേൾക്കാനായിട്ടാണ് ഇവിടെ ഒരു സ്പീക്കർ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമുക്ക് വാഷ്റൂം എന്ന് പറയുമ്പോൾ എന്തായാലും വെന്റിലേഷൻ വേണമല്ലോ. ഇവിടെ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ പോലെ വെന്റിലേഷൻ അല്ല. ഇവിടുത്തെ വെന്റിലേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാനുണ്ട്, ഒരു ബ്ലോവർ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എക്സോസ്റ്റ് എടുക്കുന്നത്. അതിനുള്ള സാനിറ്ററി എക്സോസ്റ്റ് എന്നാണ് നമ്മളതിന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വാഷ്റൂമിലെ കാര്യങ്ങളുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്യാബിൻ ടൂർ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്യാബിൻ ടൂർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരോടൊക്കെ പറയുക. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. കുറച്ച് തെറ്റുകുറ്റങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെ തെറ്റാണ് വന്നിരിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പരമാവധി അത് തെറ്റുകൾ തിരുത്തിയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കും. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ യുവർ പ്രീഷ്യസ് ടൈം. ബൈ.